അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോണെങ്കിൽ അച്ഛൻ 2 ഗേറ്റ് ഉണ്ട്. അച്ഛൻ ഇവിടുന്ന് കൈ പിന്നിൽ കെട്ടി ഇങ്ങനെ അങ്ങോട്ട് നടക്കും. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. ഇത് വാങ്ങിച്ച് ഓടടാ ഓട്ടം ഓടി മതിൽ ചാടി മുകളിൽ പോയിട്ടാണ് ഇത് വായിക്കുന്നത്. ഈ കത്തിനൊരു പ്രത്യേക മണം ഉണ്ടായിരുന്നു. ആ മണം അതെ ഇപ്പോഴും എവിടെ ആ മണം കിട്ടിയാൽ എനിക്ക് മനസ്സിലാവും ഈ മണമാണെന്നുള്ളത്. എൻ്റെ വീട് തിരുവനന്തപുരത്താണ്. അച്ഛൻ വലിയൊരു എഴുത്തുകാരനും വീട് നിറയെ പുസ്തകങ്ങളും പുസ്തകം മാത്രമുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ വന്നതെങ്കിലും ഞാൻ വായനയൊക്കെ വളരെ കുറവാണ്. അപ്പോൾ അച്ഛൻ ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ പത്മശ്രീയാണ്. അമ്മയാണെങ്കിലോ എം പി മന്മഥൻ, സർവോദയ നേതാവായ എം പി മന്മഥൻ്റെ മകളാണ്. എം പി മന്മഥൻ്റെ കൊച്ചുമകളാണ്, മൂത്ത മകളാണ്. അമ്മയുടെ മൂത്ത മകളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു സിനിമ തുടക്കം എന്ന് പറയാൻ അപ്പൂപ്പൻ യാചകൻ എന്ന സിനിമയിൽ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതായിരിക്കാം ഞങ്ങളുടെ വീട്ടിലത്തെ ആദ്യത്തെ ഒരു സിനിമ. ഇത് ഞാനൊന്നും ഉണ്ടാവുന്നതിനൊക്കെ വളരെ മുമ്പാണ്. ജനിച്ചത് അവിടെയാണെങ്കിലും ആദ്യത്തെ ഒരു ചെറിയ സ്കൂള് 3-ാം ക്ലാസ് വരെ ഞാൻ തിരുവനന്തപുരത്ത് പഠിച്ചിട്ടുള്ളൂ. സെൻറ്റ് മേരീസിലാണ് പഠിച്ചിരുന്നത്. അന്ന് സ്കൂളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഒരു പാടത്ത് കൂടെ ഇങ്ങനെ നടന്നു പോകണം. ഇന്നിപ്പോൾ ആ പാടവും ഇല്ല, ഒരു ചെറിയ അരുവി പോകുന്നുണ്ട്, അതും ഇല്ല. അവിടെയൊക്കെ ഇപ്പം വീടുകളും ഫ്ലാറ്റുകളും മാത്രമായി. എന്നാലും ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിലും മുമ്പത്തെ ഓർമ്മ അപ്പൂപ്പൻ പിന്നെ MG കോളേജിലെ പ്രിൻസിപ്പളായിരുന്ന സമയത്ത് പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിന് മുമ്പിൽ കൂടെ ചേട്ടൻ്റെ കൈ പിടിച്ച് പരുത്തിപ്പാറ നഴ്സറി സ്കൂളിൽ പോയത് എനിക്ക് നല്ല ഓർമ്മയാണ്. അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ പ്രിൻസിപ്പൽ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അത് കാരണം അവിടെയായിരുന്നു അമ്മയുടെ അനിയത്തിമാരും അമ്മയുടെ അനിയന്മാരും എല്ലാവരും കൂടി ഉള്ളൊരു വീടായിരുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും മുമ്പിലത്തെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വീട്ടിലേക്കുള്ള ഞങ്ങളുടെ പോവല്, അപ്പൂപ്പൻ്റെ കൈ പിടിച്ച് ഞാനും ചേട്ടനും കൂടി പിന്നെ MG കോളേജിൻ്റെ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്, അതായിരിക്കാം ഏറ്റവും കുട്ടിക്കാലത്തെ ഓർമ്മ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അമ്മ പ്രഗ്നൻ്റ് ആണ്, അനിയത്തി ഉണ്ടാവാൻ പോണു എന്നുള്ളതൊരു വേഗമായിട്ടൊരു ഓർമ്മയുണ്ട്. ഒരു അനിയത്തി ഉണ്ടാവാൻ പോണു എന്നുള്ളത് ആദ്യമായിട്ട് അറിയുമ്പോൾ ഉണ്ടായിരുന്നൊരു സന്തോഷം, അതും എനിക്ക് നല്ല. അപ്പം ഞാനിങ്ങനെ ആ പാടത്തിൻ്റെ വരമ്പിൽ കൂടെ അവളുടെ കൈ പിടിച്ചിങ്ങനെ പോണത് അത് ഓർമ്മയുണ്ട്. പിന്നത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു, ടൈമു. എന്തൊരു സ്നേഹമുള്ള ഒരു പട്ടിയായിരുന്നു എന്ന് പറയാറ്. അവനെ കണ്ടു കഴിഞ്ഞാൽ അൽസഷനാന്ന് തോന്നും, പക്ഷെ സാധാരണ പട്ടിയായിരുന്നു. അടുത്ത വീട്ടുകാർക്കൊക്കെ പേടിയായിരുന്നു അവനെ. ഉറക്കനെ കുരയ്ക്കും, നല്ല ഘനഗംഭീര ശബ്ദവും. ഞങ്ങൾ പെട്ടെന്ന് അച്ഛൻ്റെ ട്രാൻസ്ഫർ പ്രമാണിച്ച് ഒറ്റപ്പാലത്തേക്ക് പോകുകയാണ് എല്ലാവരും കൂടി. അപ്പം ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ്റെ അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടിയുള്ളൊരു വീട്ടിൽ എല്ലാവരും കൂടി പിന്നെ ലോറിയിൽ സാധനങ്ങൾ വിടുന്നു. ഞങ്ങൾ ഇവിടുന്ന് പഴയ അംബാസഡർ കാറിൽ എല്ലാവരും കൂടി ഒറ്റപ്പാലത്തേക്ക് പോകാൻ പോവാണ്. അപ്പം ഡ്രൈവർക്ക് ഈ പട്ടിയെ അത്രയും ദൂരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ വിഷമമായിപ്പോയി. നമ്മൾ എന്ത് ചെയ്യും എന്നറിയാണ്ട് ഇതൊക്കെ ഇങ്ങനെ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന, വളരെ ചെറുതായിട്ടാണെങ്കിൽ പോലും ഓർമ്മയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പട്ടിയെ കുറച്ച് താഴെ നമ്മൾ അറിയുന്ന ഒരു വീട്ടിൽ കൊണ്ടുപോയി അവരെ ഏൽപ്പിക്കാൻ നോക്കി. അപ്പോൾ അവർക്ക് ഒരു താല്പര്യവും ഇല്ല ഇതിനെ നോക്കാനായിട്ട്. ഇതിനെ വിട്ട് നമ്മൾ തിരിച്ചു പോരുമ്പോൾ തന്നെ നമുക്കിത് കരയണത് എനിക്കിപ്പോഴും ആ ശബ്ദം കേൾക്കാം, ഇവൻ ഉറക്കനെ അലറണത്. തിരിച്ച് ഞങ്ങൾ ചെന്ന് അതിനെ എടുത്ത് കാറിൻ്റെ താഴെ തന്നെ അവന് വേണ്ട സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിർത്തി അവനെ മൂത്രമൊഴിപ്പിച്ച് അല്ലെങ്കിൽ അവന് വേണ്ടതൊക്കെ ചെയ്ത് അങ്ങനെ ഞങ്ങൾ ഒറ്റപ്പാലത്തേക്ക് ടൈമൂനെയും കൊണ്ടുപോയി. 14 വയസ്സ് വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് മരിക്കുന്ന ദിവസം തന്നെത്താൻ എല്ലാവരുടെയും റൂമിൽ വന്ന് ഞങ്ങളെ എല്ലാവരെയും കണ്ട് പുറത്തിറങ്ങി പിറ്റത്ത് ചെന്ന് ഇങ്ങനെ കിടക്കുന്നത് അതുപോലും എനിക്കിപ്പോഴും നല്ല ഓർമ്മയാണ്.
ഏറ്റവും പഴയ ഓർമ്മകളിലുള്ള ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ലൊരു കാലം, അല്ലെങ്കിൽ ഇപ്പോഴും നല്ല സുഖമുള്ള ഓർമ്മ ഒറ്റപ്പാലത്തെ തന്നെയാണ്. കേരളത്തിൻ്റെ എല്ലാ കലകളും പിന്നെ എന്തൊക്കെ ട്രഡീഷണൽ ഇതുണ്ടോ അതെല്ലാം ചെനക്കത്തൂർ പൂരത്തിൻ്റെയും ഒറ്റപ്പാലത്തെ പൂരങ്ങളുടെ നാട്ടിൽ ആണ് ഞാനിതെല്ലാം കണ്ടത്. ഞാൻ കലാമണ്ഡലം ആയിരുന്നു ഡാൻസ് പഠിച്ചിരുന്നത്. അവിടുത്തെ അല്ലിറാണി ടീച്ചറുടെ കൂടെയാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്നും ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ചെയ്യുന്നൊരു സംഭവമാണ്. അത് കഴിഞ്ഞു ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒറ്റപ്പാലത്തെ LSN കോൺവെൻറ്റിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇപ്പോഴും അതിലെ കുറേ പേരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റും ഉണ്ട്. പഴയ എല്ലാവരും ഒരുപാട് മാറ്റം വന്നെങ്കിലും ഇതുവരെ അവിടുത്തെ ഒരു റീയൂണിയൻ എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷേ കോണ്ടാക്റ്റ് ഉണ്ട് പലരുമായിട്ട് ഇപ്പോഴും. അത് കഴിഞ്ഞു ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തിരിച്ച് ഒറ്റപ്പാലത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് വീണ്ടും വരികയാണ്. അന്ന് പിന്നെ അച്ഛന് വലിയ നിർബന്ധമായിരുന്നു ഞങ്ങൾ സംസ്കൃതം പഠിക്കണം രണ്ടുപേരും എന്നുള്ളത്. അതുകൊണ്ട് സംസ്കൃതമായതുകൊണ്ട് എനിക്ക് കോൺവെൻറ്റിൽ ചേരാൻ പറ്റിയില്ല. കോട്ടൺ ഹിൽ സ്കൂളിലേക്കാണ് ഞങ്ങൾക്ക് അഡ്മിഷൻ ശരിയായത്. അവിടുന്ന് കോട്ടൺ ഹില്ലിൽ ചേർന്നു. നമ്മുടെ ഇന്നത്തെ സിനിമയിലെ വലിയ വലിയ ചിത്രം അടക്കം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കുക്കു അങ്ങനെ കുറേ പേര്, നമ്മൾ ഇന്നത്തെ സിനിമയിൽ കാണുന്ന കുറേ പേര് അവിടെ പഠിച്ചവരുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയായിരുന്നു MG കോളേജിൽ അന്ന് മോഹൻലാൽ, ബൈജു, കുറേ അന്ന് ഇപ്പോഴത്തെ സിനിമയെ കാണുന്ന കുറേ പേര് അന്ന് MG കോളേജ്. അപ്പോൾ MG കോളേജിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പം ഒരു സിനിമയുടെ ഒരു വലിയ ഇന്നാണ് അതിന് ഇമ്പോർട്ടൻസ് വന്നത്. ആരെയും നേരിട്ട് പരിചയമൊന്നും ഇല്ലെങ്കിലും എല്ലാവരെയും അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ 2 കോളേജും സ്കൂളും ഉള്ള കോണ്ടാക്ട്സ് കൊണ്ടാണ്. കാഴ്ചയിലാണെങ്കിലും അല്ലെങ്കിൽ ഇവരൊക്കെ സിനിമയിൽ വന്നു എന്നുള്ളതും അറിയുന്നത് അങ്ങനെയാണ്. അപ്പോൾ കോട്ടൺ ഹില്ലിൽ നിന്ന് ഞാൻ പിന്നെ നേരെ പോകുന്നത് ഓൾ സെയിൻസിലേക്കാണ് ഡിഗ്രിക്ക് പഠിക്കുന്നത്. അച്ഛനാണെങ്കിൽ ഹിന്ദി പ്രൊഫസർ ആയതുകൊണ്ട് അച്ഛനൊരു പ്രസ്ഥാനമുണ്ട്, ഹിന്ദി സാഹിത്യ അക്കാദമി. എങ്ങനെയെങ്കിലും അച്ഛൻ്റെ 83-ൽ റിട്ടയർ ആവുമ്പം ഞാൻ ടീച്ചറാവണം, ലെക്ചറർ ആവണം, ഹിന്ദി തന്നെ വേണം എന്ന് അച്ഛന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇൻസിസ്റ്റ് ചെയ്യും, എങ്ങനെയെങ്കിലും ഹിന്ദി പഠിച്ചേ അടങ്ങൂ. ഹിന്ദിക്ക് നല്ല മാർക്കും കിട്ടാറുണ്ട്. വലിയ പാടായിരുന്നു. പക്ഷെ എനിക്കാണെങ്കിൽ ടീച്ചറും ആവണ്ട, ഒന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് എനിക്ക് എൻ്റെ അമ്മയെ പോലെ ആവണം എന്നായിരുന്നു. ഭർത്താവ്, മക്കള്, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ നോക്കുക, അതായിരുന്നു. അല്ല ജോലിക്ക് പോകുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ടീച്ചറൊന്നും പക്ഷെ നമ്മുടെ ഇഷ്ടങ്ങൾ പറയാനുള്ള അവസരമൊന്നും അച്ഛൻ തന്നിട്ടില്ല. പഠിക്കൽ മാത്രമേ ഉള്ളൂ. ഭയങ്കര സ്ട്രിക്റ്റായിട്ട് ഒരു വീട്ടിലാണ്. ഡാൻസ് ഒക്കെ പഠിപ്പിച്ചിരുന്നാൽ ഒരിക്കലും സ്റ്റേജിൽ കയറാൻ സമ്മതിക്കില്ല. ആട്ടക്കാരി ആവാൻ പറ്റില്ല. പക്ഷെ അല്ലാതെ കോളേജിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ എല്ലാ പരിപാടിക്കും സ്റ്റേജിലുണ്ടാവും. അതും വലിയ പ്രശ്നമായിരുന്നു. അപ്പം എന്താ വെച്ചാൽ ഹിന്ദി പഠിച്ച് അവസാനം എന്നെ മാറുവാനസിൽ കെമിസ്ട്രി മാത്സ് ഫിസിക്സ് ആയിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ ഹിന്ദി MA തന്നെ എടുക്കാൻ പറ്റുള്ളൂ. മാറുവാനസിൽ കെമിസ്ട്രി MSc കിട്ടിയിട്ട് പോലും സമ്മതിച്ചില്ല പോവാൻ. ഭയങ്കര വിഷമമായിരുന്നു. അങ്ങനെ ഇഷ്ടമില്ലാണ്ട് ഞാൻ MAക്ക് യൂണിവേഴ്സിറ്റി കോളേജിൽ ജോയിൻ ചെയ്തു. അതിനൊക്കെ വളരെ മുമ്പ് ഞാനും രായേട്ടനും ഒരു എന്താ പറയുക, നേരിട്ട് കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ലെങ്കിലും അപ്പുറത്തെ ഇപ്പുറത്തെയും വീട്ടിൽ രായേട്ടൻ പഠിക്കാൻ വരും. ഞാൻ ടെറസിൻ്റെ മുകളിൽ നിന്ന് കാണും. രായേട്ടൻ അവിടെ നടന്ന് പഠിക്കും. വിളക്ക് കൊളുത്താൻ മുമ്പിലേക്ക് തുളസിത്തറയിലേക്ക് വരുമ്പം അവിടെ പിന്നെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പോൾ എൻ്റെ ബുക്കാണ് രായേട്ടൻ പഠിക്കാൻ ഓൺലൈൻ, അങ്ങനെ ഓൺലൈനല്ല, ഈ എന്താ കറസ്പോണ്ടൻസ് കോഴ്സ് അങ്ങനെ വന്നിട്ട് പരീക്ഷ എഴുതാൻ വരുന്നതായിരുന്നു. അപ്പോൾ എൻ്റെ ബുക്കുകളാണ് അവിടുത്തെ ചേച്ചി വാങ്ങിക്കുക. അങ്ങനെ 2ാമത്തെ കൊല്ലം വന്നപ്പം ഈ ബുക്കിൻ്റെ ഉള്ളിൽ ഒരു ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ടായിരുന്നു. അപ്പം അതിനകത്തൊരു കാർഡിന് ഞാൻ എന്തായാലും അഡ്രസ്സ് എഴുതി വെച്ചു. ബോംബെയിലാണ് ജോലി ചെയ്യണേ. അപ്പോൾ പിന്നെ അഡ്രസ്സ് എഴുതി വെച്ച് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് വെറുതെ, പക്ഷേ ഈ കാർഡ് തിരിച്ചു കൊടുക്കണമല്ലോ, ഐഡൻറ്റിറ്റി കാർഡല്ലേ. അപ്പം വെറുതെ ഒരു ചെറിയ സ്ലിപ്പിനകത്ത് YU സീരിയസ് എന്ന് പറഞ്ഞിട്ടൊരു കഷ്ണം അങ്ങോട്ട് കൊടുത്തു.
അതിൻ്റെ മറുപടി ഒരു 2-3 പേജിൻ്റെ ഒരു ഒരു കത്താണ് എനിക്ക് വന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കാൻ പോണെങ്കിൽ അച്ഛൻ 2 ഗേറ്റ് ഉണ്ട്. അച്ഛൻ ഇവിടുന്ന് കൈ പിന്നിൽ കെട്ടി ഇങ്ങനെ അങ്ങോട്ട് നടക്കും, അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും. ഇത് വാങ്ങിച്ച് ഓടടാ ഓട്ടം ഓടി മതിൽ ചാടി മുകളിൽ പോയിട്ടാണ് ഇത് വായിക്കുന്നത്. ഈ കത്തിനൊരു പ്രത്യേക മണം ഉണ്ടായിരുന്നു. ആ മണം അതെ ഇപ്പോഴും എവിടെ ആ മണം കിട്ടിയാൽ എനിക്ക് മനസ്സിലാവും ഈ മണമാണെന്നുള്ളത്. ആരോ അവരുടെ വീട്ടിൽ ദുബായിക്ക് വന്നിട്ടുള്ള ആ പെർഫ്യൂമിൻ്റെ മണം. അത് വായിച്ചു കഴിഞ്ഞപ്പോൾ അതിലത്തെ അവസാനത്തെ കണ്ടന്റ് എന്താ വെച്ചാൽ വീട്ടിൽ 6 മെമ്പേഴ്സ്, അച്ഛനില്ല, ഏർണിംഗ് മെമ്പേഴ്സ് ആരുമില്ല. അപ്പോൾ എനിക്ക് അന്ന് രായിട്ടിന് 17 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് 16 വയസ്സേ ആയിട്ടുള്ളൂ. ഒരു കല്യാണം എന്നോ അല്ലെങ്കിൽ ഒരു ഫാമിലി എന്നൊന്നും ആലോചിക്കാൻ പറ്റുകയില്ല. കാരണം ഇവർ 2 അനിയത്തിമാരുണ്ട്. എന്നാണ് ഇവരുടെ കല്യാണം കഴിയാന്ന് അറിയില്ല. അപ്പോൾ ഇതൊക്കെ എങ്ങനെ നടത്തും എന്നറിയില്ല. അങ്ങനെ ഒരു സമയത്ത് എനിക്ക് ഫാമിലി അല്ല, എനിക്ക് രായിട്ടിൻ്റെ ഫാമിലി തന്നെയാണ് പ്രധാനം, കല്യാണം അല്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചത് ഒരു 17 വയസ്സുള്ള ഒരു പയ്യന് ഇത്രയും ഫാമിലിയോട് അറ്റാച്ച്ഡ് ആണെങ്കിൽ അതിനൊരു വാല്യൂ ഉള്ള മനുഷ്യനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് കത്ത് എഴുതാനാണ് തുടങ്ങിയത്. ഞങ്ങൾ പെൻ ഫ്രണ്ട്സ് ആയിരുന്നു. കുറച്ചധികം കത്തുകൾ 5 വർഷം ഞങ്ങൾ എഴുതി. അവസാനം വീട്ടിൽ അങ്ങനെ അമ്മയ്ക്കറിയാം, അമ്മയോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനറിയില്ല, പക്ഷേ കത്തൊന്നും വീട്ടിലേക്കല്ല വരുന്നത്, അതൊക്കെ അറേഞ്ച്മെൻറ്റ്സ് വേറെയാണ്. പിന്നെ അമ്മയുടെ അനിയത്തി നല്ലോണം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റേ ഓൾ സെയിൻസിൻ്റെ പിങ്ക് വാൻ ശാസ്തമംഗലത്ത് പോകുമ്പം ചിറ്റ അവിടെ കത്ത് കൊണ്ടുതരും. പിന്നെ അച്ഛൻ അങ്ങനെ ആർഭാടായിട്ട് ഡ്രസ്സുകൾ വാങ്ങിച്ചു. ഓൾ സെയിൻസിലാണെങ്കിൽ എല്ലാം അടിപൊളി ആൾക്കാർ വരുന്ന സ്ഥലമാണ്, നല്ലൊരു ഡ്രസ്സ് പോലും നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ചിറ്റയുടെ മോളുടെ ഡ്രസ്സ് കവറിലിട്ട് അതിൻ്റെ കൂടെ കത്ത് കൊണ്ടുതരും. അങ്ങനെയൊക്കെ ചിറ്റ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചിറ്റ തന്നെയാണ് ഈ കല്യാണം മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത്രയും സമയം കൊണ്ട് ഞാൻ രായേട്ടൻ്റെ വീട്ടിലെ നന്ദിക്കര വാര്യത്തെ അമ്മ, അനിയത്തിമാര്, അനിയൻ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. അപ്പം നന്ദിക്കരയിലെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല ഞാൻ അവിടേക്ക് ചെല്ലുന്നതിൽ. അപ്പം ഞാൻ അമ്മയുടെ നിന്ന് രായേട്ടൻ്റെ ജാതകം വാങ്ങിച്ചു. എന്നിട്ട് ഇതിന് ചേരുന്ന ക്ലാസ് കട്ട് ചെയ്ത്, പിന്നെ എമ്മയുടെ ക്ലാസ് കട്ട് ചെയ്ത് ഒരു ജോത്സ്യനെ കണ്ട് ഇതിന് മാച്ചായിട്ടൊരു ഇതുണ്ടാക്കി തരാൻ പറഞ്ഞു. എങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ ഇത് മാച്ചാക്കാൻ പറ്റുന്നൊരു സംഭവമല്ല എന്ന് അന്നത്തെ ബുദ്ധിയിൽ എനിക്ക് പോയിട്ടില്ല. ആ ജോത്സ്യനും എന്നോട് പറഞ്ഞു. എന്നാലും വെറുതെ ഇതൊരു സാധനം എഴുതി ശീശൂരാച്ച കുസു ഒക്കെ എഴുതിക്കൊണ്ട് ചിറ്റ വഴി ഇത് ഏൽപ്പിച്ചു. അച്ഛനാണെങ്കിൽ ജാതകം ചേരുമെങ്കിൽ മാത്രമേ കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും അത് ഏൽപ്പിച്ചു. അത് അവരുടെ വീട്ടുകാരെ അറിയിച്ചു. കല്യാണം എന്നുള്ള പ്രൊസീജിയറിലേക്ക് എത്തി. എന്തായാലും വലിയ സംഭവ ബഹുലമായിട്ടാണെങ്കിൽ പോലും ആ കല്യാണം പ്രോപ്പറായിട്ട് തന്നെ എല്ലാവരും കൂടി നടത്തി തരികയാണ് ചെയ്തത്. ശരിക്കുള്ള കല്യാണം തന്നെയായിരുന്നു. ഒരു ലളിതമായ കല്യാണം, എന്നാലും നല്ല രീതിയിൽ എല്ലാവരെയും വിളിച്ചിട്ടുള്ള ഒരു കല്യാണം തന്നെ. അങ്ങനെ ആ കല്യാണം നടന്നു. ഞാൻ തൃശ്ശൂർക്കാരിയായി. പക്ഷേ രായേട്ടൻ ആ സമയത്തേക്കും റിയാദിലേക്ക് പോയി. 82-ൽ റിയാദിൽ പോയി. റിയാദിൽ പോയി കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ രായേട്ടൻ റിയാദിലാണ്. പക്ഷേ ആ കല്യാണം കഴിഞ്ഞ ഉടനെ രായേട്ടന് ബ്രിട്ടീഷ് കൗൺസിലേക്ക് ജോലി കിട്ടി. അത് കാരണം കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് വിസിറ്റ് വിസ കിട്ടി. ആദ്യം ഞാൻ റിയാദിലേക്ക് പോയി. 83-ൽ തന്നെ ഞാൻ റിയാദിൽ പോയി. അങ്ങനെ അവിടെ തന്നെയായിരുന്നു. പിന്നെ 2 കുട്ടികളും ഉണ്ടായത് അവിടെയാണ്. അവർ 2 പേരും അവിടെ തന്നെയാണ് പഠിച്ചത്, ഭാവനയും ദർശനയും. അവിടെ അങ്ങനെ ഞാൻ 22 വർഷം റിയാദിലായിരുന്നു. പക്ഷെ റിയാദിൽ ആയിരുന്നു ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും 24 മണിക്കൂറിനെ പോലും 24 മണിക്കൂർ പോരാത്ത അവസ്ഥയിൽ ജീവിച്ച ഒരു 22 വർഷമായിരുന്നു. എന്തൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റും, എന്നാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ നാട്ടിൽ, അപായമായിട്ട് വീട്ടിലിരിക്കാൻ മാത്രം പറ്റുന്ന ആ നാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ഞാനും എൻ്റെ ഒരു എംബസി സ്കൂളിലെ ഒരു ടീച്ചറും കൂടി ഒരു ഡാൻസ് പെർഫോമൻസ് മലയാളി അസോസിയേഷൻ്റെ വകയായിട്ട്, അന്ന് പറ്റുന്ന സമയത്തല്ലെങ്കിൽ പോലും ഞങ്ങൾക്ക് അന്ന് ചെയ്യാനൊരു അവസരം കിട്ടി. അതോടുകൂടി
എല്ലാവരുടെയും വീടുകളിൽ നിന്ന്, കുട്ടികളുള്ള വീടുകളിൽ നിന്നെല്ലാം കോളുകൾ വന്നു. അന്നൊന്നും അവിടെ ഡാൻസ് ടീച്ചേഴ്സ് ആരും വന്നിട്ടില്ല. അങ്ങനെ ദർബ ഡാൻസ് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന കാലത്ത് അത്രയും ഞാൻ വരുന്നത് വരെയും ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ ചിലരൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യാറുമുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു സമയം അതായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ പിന്നെ ഇന്ത്യൻ എംബസി സ്കൂളിൻ്റെ ക്ലബ്ബ് വകയായിട്ട് ബാഡ്മിൻ്റൺ കളിക്കാൻ പറ്റുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും, ദർശനം ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാവരും ബാഡ്മിൻ്റൺ കളി തുടങ്ങി. അപ്പോൾ ഒരു വൈകുന്നേരം ഡാൻസ് ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ ബാഡ്മിൻ്റന് പോവും. രാത്രി അവിടുത്തെ ലൈഫ് തുടങ്ങുന്നത് തന്നെ 8-8:30 മണി കഴിഞ്ഞിട്ടാണ്. അവസാനത്തെ സ്ഥലം കഴിഞ്ഞാലേ പിന്നെ ഒരു ലൈഫ് തുടങ്ങുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതുവരെ ക്ലബ്ബിൽ ബാഡ്മിൻ്റൺ കളിക്കുകയായിരിക്കും. ഏറ്റവും നല്ല എക്സസൈസ്, അല്ലാതെ ജിമ്മും മറ്റേത് മറിച്ചത് അതൊന്നുമില്ല. ഇത് തന്നെ ഡാൻസ്, ബാഡ്മിൻ്റൺ ഇത് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ 1998 തിരിച്ച് ഞങ്ങൾ വരാൻ ശരിക്കും പറഞ്ഞാൽ വലിയൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇത്രയും കുട്ടികൾ ഡാൻസ് പഠിക്കുന്ന ഒരു പ്രസ്ഥാനം ഞങ്ങൾ എല്ലാ വർഷവും പ്രോഗ്രാം ചെയ്ത് ബ്രിട്ടീഷ് കൗൺസിൽ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അവരുടെ നല്ല നല്ല ഹാളുകൾ നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവസാനമൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യൻ എംബസിക്ക് നല്ലൊരു സ്റ്റേജും ഹാളും കിട്ടി, ഗാലറി ഹാള്. അവിടെ പെർഫോം ചെയ്യാൻ പറ്റി. രണ്ട് കൊല്ലത്തോളം ഞാൻ അവിടെ തന്നെയാണ് ഞങ്ങൾ ആനുവൽ പെർഫോമൻസ് എല്ലാ കുട്ടികളെയും പെർഫോം ചെയ്യിക്കും. കാരണം അവിടെ വേറെ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളെയും അവർക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ സ്റ്റേജിൽ, ക്ലാസിക്കൽ മാത്രമല്ല, അവസാനമൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾക്കൊരു ഉത്സവമാണ്. ദർബ ഡാൻസ് അക്കാഡമിയുടെ ഡാൻസ് എല്ലാം ഉണ്ട്. ക്ലാസിക്കൽ അല്ലാതെ പെർഫോം ചെയ്യാൻ അന്ന് ഭാവനയും ഡാൻസ് കളിക്കും. ഭാവന ഒരു മെയിൽ ക്യാരക്ടറായിട്ടാണ് കഴിക്കുക. അവളുടെ കൂടെ കളിക്കാൻ ഇഷ്ടം പോലെ കുട്ടികളുടെ ഓഫറുകൾ വരും. അന്നത്തെ പിന്നെ ഗോവിന്ദയുടെയും സൽമാൻ ഖാൻ്റെയും ഒക്കെ ഡാൻസുകൾ, സിനിമയിൽ വരുന്ന ഡാൻസുകളായിരുന്നു അവർ പെർഫോം ചെയ്യുക. എന്തായാലും ഒരു നല്ലൊരു ഉത്സവ പ്രതീതിയാണ് അതിൻ്റെ റിഹേഴ്സലുകളും എല്ലാം കൂടി. ഇന്ന് അതെല്ലാം ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യണം. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഓൺ സ്റ്റേജ് ചെറുപ്പം മുതൽ ഈ സ്റ്റേജിലേക്ക് പെർഫോം ചെയ്യാനും സ്കൂളിലെ എല്ലാ ആക്ടിവിറ്റീസിനും പങ്കെടുപ്പിക്കും. ഞാൻ അവരൊന്നിനും അവരെ നിർബന്ധിക്കാറില്ല, പക്ഷെ അവർ ചെയ്യാറുണ്ട്. അതുകൊണ്ടൊക്കെ രണ്ടുപേർക്കും ഒരു സ്റ്റേജ് ഫിയറോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. നന്നായി പ്രസംഗിക്കാൻ അറിയാം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഭാവന 11th വരണം, ദർശന 8th. അപ്പോൾ റൈറ്റ് ടൈമാണ്. അന്ന് അവിടെ 10th വരെ സ്കൂളുള്ളൂ. സ്കൂളിൻ്റെ അക്കാഡമിക്ക് അവിടെ വരെ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും നാട്ടിലേക്ക് വരണം. അപ്പോൾ കുട്ടികളെ തന്നെ നാട്ടിലേക്ക് വിടാൻ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. അവർ അന്നൊക്കെ ഞാൻ വിചാരിച്ച ഇവർ കല്യാണം കഴിച്ചിപ്പോൾ പോവും എന്നുള്ളൊരു ഇതിലാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവരുടെ കൂടെ തിരിച്ചു പോരാം. അങ്ങനെ ഞാനും ഭാവനയും ദർശനയും തിരിച്ച് നാട്ടിലേക്ക് വരികയാണ്.